എൻ്റെ മോളാണ് കാല് ചവിട്ടി നീര് പറ്റിയ ആശുപത്രി വീട്ടിലിരിക്കാൻ വന്നില്ല. അവർ കയ്യും കാലും പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ടേ. പിന്നെ എൻ്റെ കാലിനും കൈക്കും പറ്റി. അതും സാറില്ലേ വസ്തുകരി എൻ്റെ രണ്ടാമത്തെ മോളുടെ ബ്ലൗസും സാരിയും വലിച്ചേറി ചവിട്ടി കൂട്ടി എൻ്റെ അനിയനെ തള്ളിയിട്ട് അനിയൻ ആശുപത്രിയിലാണ് 2 ദിവസം ചികിത്സയിലായിരുന്നു. ഇന്ന് പിന്നാലെ വന്ന തീരെ അവസ്ഥയായി സാറേ. നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പാടുണ്ട് കേട്ടോ. അതിശക്തിയായ രീതിയിൽ ഇതിനെ ചെറുക്കും. ഇപ്പോൾ തുടങ്ങിയത് ഞാനവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ 57 EMSന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ഓർഡിനൻസ് ഒരു മനുഷ്യരെയും കുടിയൊഴിപ്പിക്കരുത് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. 57. എന്നിട്ട് ഇപ്പം കുടിയൊഴിപ്പിക്കാൻ പുറപ്പെട്ട ആരെങ്കിലും അനുവദിക്കുമോ? അതുകൊണ്ട് അടുത്ത വർഷം മുന്നേ ഗവൺമെന്റ് മാറി 3ാമത്തെ ദിവസമാണ് കടന്നാക്കാൻ നോക്കുന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാൻ പോകുന്നില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു പാർട്ടിയോ അതുപോലെ തന്നെ പ്രസ്ഥാനമൊന്നുമില്ല. ഒറ്റ ഒന്നേ ഉള്ളൂ, മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതിൽ നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട കേട്ടോ. അവരോട് പറയുന്നത് ഒരു തരത്തിലും ഇവിടെ നിന്ന് കുടിയിറക്കൽ അനുവദിക്കില്ല. ആ വിഷയത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നതും ഒപ്പം സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പോലീസിന്റെ കടന്നാക്രമണം ഉണ്ടായി. മുത്തങ്ങയുടെ മിനി പതിപ്പിനാണ് പോലീസ് ശ്രമിച്ചത്. ഇവിടെയുള്ള ആളുകൾ, അതായത് ആ ഘട്ടത്തിൽ പോലീസ് അക്രമം ഉണ്ടായ ഘട്ടത്തിൽ അത് നേരിട്ട ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. പ്രായമായ ആളുകൾ, നേരത്തെ ഒരു ക്യാൻസർ രോഗിയടക്കം അതിക്രമത്തിന് ഇരയായി. അദ്ദേഹത്തിന്റെ കാര്യം ഉൾപ്പെടെയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ചത്. ഏതാണ്ട് 15 തവണ അഭിഭാഷക കമ്മീഷൻ വിധി നടത്തിപ്പിനായി ഈ സ്ഥലത്ത് എത്തിയതാണ്. ജനകീയ സമരസമിതിയും ഇവിടെയുള്ള ആളുകളും ചേർന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു. CPIM ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIM നേതൃത്വം നൽകുന്ന സമരസമിതിയാണ്. ഒരു നിലയ്ക്കും ഈ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. അതായത് ജനകീയ പ്രതിരോധം കൃത്യമായി തുടരും. ഇവിടെ നിന്ന് ആളുകളെ, ഈ കുടുംബങ്ങളെ, ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാടിനെ ഒരു പിന്തുണയ്ക്കുകയില്ല. അതായത് ശക്തമായ ജനകീയ പ്രതിരോധം ഉണ്ടാകും. CPIMന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി ആ തുടർ നിലപാട് അങ്ങനെ തന്നെ സ്വീകരിക്കും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കും.